ഞാൻ സോയ് പി ജേക്കബ്, ന്യൂസ് ഡെസ്ക്, ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ പാല. ഇന്ന് 2024 ഓഗസ്റ്റ് 28 ബുധനാഴ്ച. ഇന്നത്തെ പ്രധാന പത്രങ്ങളെല്ലാം പരിശോധിച്ച് അവയിലെ വിദ്യാഭ്യാസ വാർത്തകൾ ശേഖരിച്ച് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് വേഗത്തിലും ചുരുക്കത്തിലും. ഇന്നത്തെ പ്രധാന വാർത്തകൾ: ആയുഷ് അഡ്മിഷൻ ആദ്യ റൗണ്ട് രജിസ്ട്രേഷൻ ഇന്നു മുതൽ. ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ള വിദ്യാഭ്യാസ വാർത്ത മാതൃഭൂമി പത്രത്തിൻ്റെ വിദ്യാഭ്യാസം പേജിൽ വളരെ പ്രാധാന്യത്തോടുകൂടി കൊടുത്തിരിക്കുന്നു. ആയുഷ് അഡ്മിഷൻസ് സെൻട്രൽ കൗൺസിലിംഗ് കമ്മിറ്റി അലോട്ട്മെൻറ്റ് ആദ്യ റൗണ്ട് രജിസ്ട്രേഷൻ ഇന്നു മുതൽ. അതായത് ആയുഷ്, ആയുർവേദം, സിദ്ധ, യുനാനി, ഹോമിയോ, കൂടാതെ ഈ വർഷം പുതുതായിട്ട് ആഡ് ചെയ്ത ആയുർവേദ ഫാർമസി, ഇങ്ങനെ 5 കോഴ്സുകളുടെ കേന്ദ്രീകൃത അലോട്ട്മെൻറ്റ് പ്രോസസ്സിംഗ് ഇന്ന് ആരംഭിക്കുകയാണ്. ആയുഷ് ബിരുദ പ്രോഗ്രാമുകളിലെ 2024 അഖിലേന്ത്യാ തല അലോട്ട്മെൻറ്റ് നടപടികൾ AACCC.gov.in ഇന്ന് ആരംഭിക്കും. ബിരുദതല ആയുർവേദം BAMS, സിദ്ധ BSMS, യുനാനി BUMS, ഹോമിയോപ്പതി BHMS, ഈ വർഷം പ്രക്രിയയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആയുർവേദ ഫാർമസി എന്നീ കോഴ്സുകളിലെ നിശ്ചിത സീറ്റുകളിലേക്കാണ് ആയുഷ് അഡ്മിഷൻസ് സെൻട്രൽ കൗൺസിലിംഗ് കമ്മിറ്റി, അതായത് AACCC അഖിലേന്ത്യാ തല അലോട്ട്മെൻറ്റ് നടത്തുന്നത്. നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ്, അതായത് നീറ്റ് UG 2024 റാങ്ക് അടിസ്ഥാനത്തിലാണ് ഈ പ്രോഗ്രാമുകളിലേക്കുള്ള അഡ്മിഷൻ നടക്കുന്നത്. ഈ പ്രോഗ്രാമുകളിലെ ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിലെ അഖിലേന്ത്യാ കോട്ട സീറ്റുകളിലേക്കും ദേശീയ സ്ഥാപനങ്ങൾ, കേന്ദ്ര സർവകലാശാലകൾ, കൽപ്പിത സർവകലാശാലകൾ എന്നിവയിലെ നിശ്ചിത സീറ്റുകളിലേക്കുമാണ് അലോട്ട്മെൻറ്റ് നടക്കുന്നത്. സ്വകാര്യ കോളേജുകളിലെ ഈ കോഴ്സുകളിലെ അഖിലേന്ത്യാ കോട്ട സീറ്റുകളിലെ അലോട്ട്മെൻറ്റ് പ്രക്രിയയിൽ ഉൾപ്പെടുന്നില്ല. ഈ സീറ്റുകൾ ബന്ധപ്പെട്ട സംസ്ഥാന കൗൺസിലിംഗ് ഏജൻസികൾ അവരുടെ കൗൺസിലിംഗ് പ്രക്രിയ വഴി അതാത് സ്റ്റേറ്റിലാണ് ഇത് നടത്തുന്നത്. ഇനി വിവിധ സ്ഥാപനങ്ങളിലെ സീറ്റ് വിഹിതത്തെപ്പറ്റി പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിലെ BAMS, BSMS, BUMS, BHMS തുടങ്ങിയ 15% അഖിലേന്ത്യാ കോട്ട സീറ്റുകളും വിവിധ കോളേജുകളുമാണ് ഈ പ്രോസസ്സിങ്ങിലൂടെ ഈ പ്രോഗ്രാമിലേക്ക് വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കുന്നത്. റൗണ്ട് 1, റൗണ്ട് 2, റൗണ്ട് 3, സ്റ്റേ വേക്കൻസി റൗണ്ട് 1, 2 അങ്ങനെ 5 റൗണ്ടുകളിലായിട്ടാണ് ഇതിൻ്റെ പ്രവേശന പ്രക്രിയ നടക്കുന്നത്. AACCC ഓൺലൈനായിട്ടാണ് പരീക്ഷ നടത്തി വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കുന്നത്. രജിസ്ട്രേഷൻ 1 മുതൽ 3 വരെയുള്ള റൗണ്ടുകളിലും സ്റ്റേ റൗണ്ട് 1ലും പുതിയ രജിസ്ട്രേഷൻ ഉണ്ടാകും. ഈ റൗണ്ടുകളെല്ലാം പുതിയ ചോയ്സ് ഫില്ലിംഗ് എല്ലാവർക്കും നിർബന്ധമാണ്. ആദ്യ റൗണ്ടിൽ രജിസ്ട്രേഷൻ ചെയ്യാത്തവർക്ക് 2ാം റൗണ്ടിൽ രജിസ്റ്റർ ചെയ്യാം. ഇനി 2ാം റൗണ്ടിലും രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റാത്തവർക്ക് 3ാം റൗണ്ടിലും രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യമുണ്ടായിരിക്കും. ആദ്യ 3 റൗണ്ടുകളിലും രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്ത സംസ്ഥാന, കേന്ദ്ര ഭരണ പ്രദേശ കൗൺസിലിംഗ് വഴി ഒരു സീറ്റും ലഭിച്ചിട്ടില്ലാത്തവർക്ക് സ്റ്റേ വേക്കൻസി റൗണ്ടിലേക്ക് പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യാം. കൽപ്പിത സർവകലാശാലയിലെ സ്റ്റേ റൗണ്ടിൽ താല്പര്യമുള്ളവർ 1ാം സ്റ്റേ റൗണ്ട് വേളയിൽ AACCC വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം. ഇനി കൂടാതെ പറഞ്ഞിരിക്കുന്നു, നടപടികൾ 7 ഘട്ടങ്ങളിലായി. രജിസ്ട്രേഷൻ, ഫീസ് അടയ്ക്കൽ, കൗൺസിലിംഗ് ഫീസും സെക്യൂരിറ്റി തുകയും, ചോയ്സ് ഫില്ലിംഗ്, സീറ്റ് അലോട്ട്മെൻറ്റ് പ്രോസസ്സിംഗ്, പ്രൊഫഷണൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധപ്പെടുത്തൽ, ഫൈനൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധപ്പെടുത്തൽ, അലോട്ട് ചെയ്യപ്പെട്ട കോളേജിൽ ഫിസിക്കൽ റിപ്പോർട്ടിംഗ് തുടങ്ങി 7 ഘട്ടങ്ങളിലായി ഓരോ റൗണ്ടും മുന്നോട്ട് പോകും. ആദ്യ റൗണ്ടിൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ AACCC.gov.in വഴി 2024 ഓഗസ്റ്റ് 28 മുതൽ സെപ്റ്റംബർ 2 ഉച്ചയ്ക്ക് 2 വരെ രജിസ്റ്റർ ചെയ്യാം. രജിസ്ട്രേഷൻ ഫീസ്, സെക്യൂരിറ്റി തുക എന്നിവ ഓൺലൈനായി സെപ്റ്റംബർ 2 വൈകിട്ട് 5 മണിക്ക് മുമ്പായി അടയ്ക്കണം. ഇനി രജിസ്ട്രേഷൻ ഫീസിനെ പറ്റിയും സെക്യൂരിറ്റി തുകയെപ്പറ്റിയും വിവിധ കോളേജുകളിലെ ഫീസ് വിവരങ്ങളെല്ലാം പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. ആദ്യ റൗണ്ടിൽ പ്രവേശനം നേടിയാൽ തുടർ നടപടികൾ എന്തെല്ലാമാണ്? അപ്ഗ്രഡേഷൻ കൊടുക്കുന്നത് എങ്ങനെയാണ്? ആദ്യ റൗണ്ടിൽ ഫ്രീ എക്സിറ്റ് നടത്തുന്നത് എങ്ങനെയാണ്? അതിനെപ്പറ്റിയുള്ള തുടർ വിവരണങ്ങളെല്ലാം, അതായത് ഈ പ്രവേശന സാധ്യത, അതായത് ആയുഷ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്ക് വേണ്ട ആദ്യ അന്ത്യ
പ്രോസസ്സിംഗ് പ്രത്യേകതകളെല്ലാം ഇന്നത്തെ മാതൃഭൂമി പത്രം ഏറ്റവും വ്യക്തമായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൻ്റെ ഈ റിപ്പോർട്ടിംഗ് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. ഇനി മറ്റൊരു വാർത്ത പറയുന്നു. ഇന്നത്തെ മലയാള മനോരമയുടെ വിദ്യാഭ്യാസം പേജിൽ കൊടുത്തിരിക്കുന്ന ഒരു വാർത്തയാണ്. നീറ്റ് UG പരീക്ഷ 1ാം റാങ്കുകാരെല്ലാം ഡൽഹി എയിംസിൽ. ഇക്കുറി നീറ്റ് UG പരീക്ഷയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ 17 വിദ്യാർത്ഥികളും ഡൽഹി എയിംസിലാണ് ആദ്യഘട്ടം അഡ്മിഷൻ നേടിയിരിക്കുന്നത്. നീറ്റ് UG അഖിലേന്ത്യാ കൗൺസിലിംഗിൻ്റെ ആദ്യഘട്ട അലോട്ട്മെൻറ്റ് പുറത്തു വന്നപ്പോൾ 26,109 വിദ്യാർത്ഥികളാണ് വിവിധ സ്ഥാപനങ്ങളിലായി പ്രവേശനം നേടിയത്. 38-49 റാങ്ക് നേടിയവർ പോണ്ടിച്ചേരി ജിമ്മറിൽ അഡ്മിഷൻ നേടിയതൊഴിച്ചാൽ അഖിലേന്ത്യാ പട്ടികയിലെ ആദ്യ 50 പേരും ഡൽഹി എയിംസാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. കേരളത്തിൽ അഡ്മിഷൻ നേടിയിരിക്കുന്ന ഏറ്റവും കൂടിയ റാങ്ക് 415. അത് കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലാണ് അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. അലോട്ട്മെൻറ്റിൽ ഇടം പിടിച്ചവർക്ക് സ്ഥാപനങ്ങളിൽ പ്രവേശനം നേടാനുള്ള സമയം നാളെ പൂർത്തിയാകും. 2ാം ഘട്ട അലോട്ട്മെൻറ്റ് നടപടികൾ സെപ്റ്റംബർ 4-ന് ആരംഭിക്കും. രജിസ്ട്രേഷൻ സെപ്റ്റംബർ 5 മുതൽ 10 വരെയാണ്. ഇതോടെ ഇന്നത്തെ വിദ്യാഭ്യാസ വാർത്തകൾ പൂർണ്ണമാവുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.